മച്ചന്മാരെ, ഇത് നമ്മുടെ സ്വന്തം മണിപ്പൂരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. ഇതിനെ നമ്മൾ അവിടെ പറയുന്നതാണ് ഇഞ്ചക്, ഒരു ഇഞ്ചക് ചട്നി എന്ന് പറയും. ഇതവിടെ ഒരു മരത്തിൽ പിടിക്കുന്ന ഒരു കായാണ്. അപ്പോൾ ഈ കായ എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള പച്ച തൊലി ഉണ്ടല്ലോ, ആ തൊലി ഇളക്കി കളയണം. തൊലി ഇങ്ങനെ അത് ആ ഒരു കമ്പി വെച്ച് ഇങ്ങനെ ഉരച്ച് എടുത്ത് കളയും. നല്ലപോലെ വൃത്തിയാക്കിയിട്ട് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ നാര് കണക്കുണ്ട്, ആ നാര് കണക്കുള്ളത് കട്ട് ചെയ്തെടുത്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ വേവിക്കത്തില്ല, ഇത് പച്ചയ്ക്ക് തന്നെയാണ് അവർ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി എടുക്കുന്നതാണ് മുളക്. ഈ മുളകെന്ന് വെച്ചാൽ നാഗാമിർച്ചി എന്ന് പറയും. അതായത് നാഗാലാൻഡിലെ ഫേമസ് മുളകാണിത്. ഭയങ്കര എരിയാണ്. ഒരു മുളക് കിട്ടുക 1 കിലോ ഇറച്ചി കഴിക്കാം, ആ രീതിയാണ്. പിന്നെ ഉള്ളി, നമ്മുടെ നാട്ടിലെ സവാള എടുക്കുക, ഒരു സവാള മതി. പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന്. അപ്പോൾ ഈ മുളക്, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടെ എടുത്തെടുത്ത് ഉണക്കമീൻ നല്ലപോലെ ഇടിച്ച് ചമ്മന്തിയാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ആ ഉണക്കമീനോട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. അതിനുശേഷം സവാള നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ സാധനം നൂഡിൽസ് ഉണ്ട്, അതായത് മിമി എന്ന് പറയും ഇവിടെ, മാഗി കണക്കുള്ള അതെടുക്കുന്നു. അത് പോരാഞ്ഞിട്ട് 2 മുളക് നല്ലപോലെ ഇടിച്ച് നല്ലപോലെ ചമ്മന്തിയാക്കുന്നു, പൊടിച്ചെടുക്കുന്നു. അത് പോരാഞ്ഞിട്ട് പിന്നെ മല്ലിയില, വെളുത്തുള്ളിയുടെ ഇല ഇതൊക്കെ ചേർത്താണ്. ഇതൊക്കെ നല്ലപോലെ കട്ട് ചെയ്തെടുത്ത്, അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ആ ഉണക്കമീൻ്റെ ചമ്മന്തി ഇത് നല്ലപോലെ ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ മിമി ഇടും, അതായത് നൂഡിൽസ് ഇടും. നൂഡിൽസ് ഇട്ടിട്ട് ആ മല്ലിയിലയും വെളുത്തുള്ളി ഇലയെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ചവച്ചരച്ചൊരു തീറ്റി. എന്ത് സൂപ്പറാണെന്നറിയാമോ?